പ്രഭാത ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, ദൈവത്തിൻ്റെ വചനം നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അധ്വാനിക്കുന്നവരെയാണ് കർത്താവ് വിളിച്ചത്. അധ്വാനിക്കുന്നവരോടും ഭാരം ചുമക്കുന്നവരോടും പറഞ്ഞത്, നിങ്ങളുടെ അധ്വാനവും ഭാരവും എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ വഹിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ കാഠിന്യത, നിങ്ങളുടെ നുകത്തിൻ്റെ കാഠിന്യത ഞാൻ കുറയ്ക്കാം. നിങ്ങളിപ്പോൾ ഇരുമ്പ് നുകത്തിലാണ് നിങ്ങൾ ആ ഭാരമൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്വാനത്തിന് തക്കവണ്ണമുള്ളതായ ശമ്പളമൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ കണ്ണുനീരും, നിങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ വളരെ ഉള്ളതായ ദാരിദ്ര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നത്, നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവർ ആരോ അവർ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ആശ്വാസത്തെ പകർന്നു തരും. എങ്ങനെയാണ് സമാധാനം അധ്വാനത്തിൻ്റെ ഇടയിൽ പ്രാപിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ അധ്വാനിക്കുന്നവരെ കർത്താവ് വിളിച്ചപ്പോൾ അധ്വാനിക്കാത്തവർ കടന്നു ചെന്നാൽ എന്തു ചെയ്യും? അത് വളരെ പ്രയാസമാകും. കർത്താവ് എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും അവരെ അധ്വാനിക്കാൻ പഠിപ്പിക്കും, അധ്വാനിക്കണമെന്ന് അവരോട് നിർബന്ധിക്കും, അധ്വാനിക്കണമെന്ന് അവരെ ഉപദേശിക്കും. അതല്ലേ ചെയ്യുന്നത്? നോക്കൂ, ഇസ്രായേൽ ജനത്തോട് അവരുടെ നിലവിളിയും കഷ്ടപ്പാടുകളും ഒക്കെ ദൈവം ഉയരത്തിൽ നിന്ന് കേട്ടപ്പോൾ മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തി ഞാൻ കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ രക്ഷിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ മിസ്രയീമിലെ ആ ഇരുമ്പുരയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോയി അവരെ കനാൻ ദേശത്ത് കൊണ്ടുപോകും. ആ കനാൻ ദേശത്തിൻ്റെ വിശേഷത ദൈവം അവരോട് പറഞ്ഞത് പാലും തേനും ഒഴുകുന്നതായ ദേശം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പാലും തേനും ഒഴുകും എന്ന് പറഞ്ഞതായ ആ വാഗ്ദത്തം ഇസ്രായേൽ ജനത്തിൽ ഒറ്റുനോക്കുവാൻ, ദേശത്തെ ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാർ എങ്ങും കണ്ടില്ല. ഒരു തുള്ളി പാല് പോലും അവിടുത്തെ തോട്ടിലോ അവിടുത്തെ കിണറ്റിലോ വെള്ളത്തിലോ അവിടുത്തെ ആ തടാകങ്ങളിലൊന്നും പാല് നിറഞ്ഞു കവിയുന്നതായിട്ടും റോഡിലൊന്നും പാല് ഒഴുകുന്നതായിട്ടും അവർ കണ്ടില്ല. ആ ദേശത്ത് അവർ ഒറ്റ നോക്കിയെങ്കിലും അവിടെ എങ്ങും ഒരു തുള്ളി തേൻ പോലും അവിടുത്തെ പാത്രങ്ങളിലെങ്ങും അത് ഓവർഫ്ലോ അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്നതായിട്ടും എവിടെയെങ്ങും സംഭരിച്ചു വെച്ച് ഏതെങ്കിലും ഒരു നൽകവലുകളിൽ ഇഷ്ടം പോലെ തേൻ കുടിച്ചിട്ട് പോകും എന്ന് പറയുന്ന ഒരു കുറിപ്പോടുകൂടി എങ്ങും വെച്ചിരിക്കുന്നതായിട്ട് അവർ കണ്ടില്ല. തീർച്ചയായിട്ടും അവർ യോശുവയോടും മറ്റ് മൂപ്പന്മാരോടും ഒക്കെ വന്ന് അവർ പരാതി പറയണം. ഞങ്ങൾ പാലും തേനും ഒഴുകുന്നതായി ഞങ്ങൾ എങ്ങും കണ്ടില്ല എന്ന് വേണം അവർ പറയുവാൻ. പക്ഷെങ്കിൽ ആ നാമം പോലും ഉച്ചരിച്ചില്ല. കാരണമുണ്ട്, ആ പറഞ്ഞതിൻ്റെ സാരം അവർക്ക് മനസ്സിലായി. ദൈവം എന്താണ് ഈ പാലും തേനും ഒഴുകുന്ന കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് വ്യക്തമായി മനസ്സിലായി. എങ്ങനെയാണ് പാൽ ഒഴുകുന്നത് അറിയാമോ? അവരുടെ ആടുമാടുകളെ വളർത്തുവാൻ പച്ചയായ പുൽപ്പുറങ്ങൾ, ധാരാളം പുല്ലും തീറ്റയുമുള്ള ദേശമാണ്. നിങ്ങൾ പോയി അവിടെ ആടുമാടുകളെ, നിങ്ങൾക്കറിയാവുന്ന തൊഴിലായ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന ആടുമാടുകളെ വളർത്തുന്ന ജോലിയുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ചെയ്താൽ ഇഷ്ടം പോലെ പാല് കിട്ടും. മായമില്ലാത്ത പാല് നിങ്ങൾക്ക് അങ്ങ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും. നിങ്ങളുടെ ഭവനം പട്ടിണിയില്ലാതെ പ്രയാസമില്ലാതെ പോകും. അതിനുശേഷം തേൻ, എങ്ങനെയാണ് തേൻ ഒഴുകുന്നത് അവർക്ക് മനസ്സിലായെന്നറിയാമോ? തേൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ പൂക്കളിൽ നിന്ന് തേനീച്ച വന്ന് തേൻ നുകർന്നു കൊണ്ടുപോയി ആ തേനീച്ച കൂടുകളിൽ സംഭരിച്ച് അതിൻ്റെ പക്വത ഏറുന്ന സമയത്ത് ആ തേൻകൂട്ടിൽ നിന്ന് തേൻ സംഭരിച്ചെടുത്ത് അത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നു. മായമില്ലാത്ത 2 പ്രൊഡക്റ്റ്. ഇതിനെയാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ തേൻ ഉള്ളതായ ഒരു സന്ദർഭം ഉണ്ടാകണമെങ്കിൽ ദേശത്തെല്ലാം പൂക്കൾ ഉണ്ടാകും, കൃഷി വർദ്ധിക്കണം, ആ കൃഷിയെല്ലാം പൂക്കണം. ആ മരുഭൂമിയെ മലർവാടിയാക്കുവാൻ അവരെ കൊണ്ട് കഴിയണം എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തെ ദൈവം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സൂചന. അവരുടെ അധ്വാനം
വിഫലമായി പോവുകയില്ല. അവരുടെ അധ്വാനം, അവരുടെ കൈകളുടെ പ്രവൃത്തി ഇപ്പോൾ മിസ്രൈമിൽ നിന്നുകൊണ്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. തക്കതായ ശമ്പളം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, അടിമത്തരമാണ്, വളരെ കഷ്ടതയുള്ളതായി. അതിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്ത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു അന്തരീക്ഷം ദൈവം സൃഷ്ടിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആ ജനങ്ങൾക്ക് മനസ്സിലാകുകയുണ്ടായി. നോക്കൂ, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രത്യേകമായ ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. അത് വളരെ രസകരമായ ഒരു കുടുംബമാണ്. ഈ സമയത്ത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് ദൈവാത്മാവ് തോന്നിച്ചതാണ്. ഒരിക്കൽ എലീശ പ്രവാചകന്റെ അടുത്തൊരു കുടുംബം വന്നു, ഒരു വീട്ടമ്മ വന്ന് പറയാണ്, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എലീശ പ്രവാചകനോട് പറയാണ്, യജമാനനെ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ ഇനിയുമില്ല, അവൻ വളരെ അവൻ ദൈവഭക്തിയുള്ളവനായിരുന്നു, നിനക്കറിയാമല്ലോ. പ്രവാചകനായ എലീശ പ്രവാചകൻ പറഞ്ഞു, അതെ എനിക്കറിയാം, അവൻ വളരെ ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, സത്യസന്ധതയുള്ളവനായിരുന്നു. എന്താണ് കാര്യം? ഉടനെ അവൾ പറയാണ്, പക്ഷെങ്കിൽ ഒരു കാര്യം, അവൻ ഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ ഇപ്പോൾ കടക്കാരൻ വന്ന് എൻ്റെ 2 മക്കളെ ഇപ്പോൾ അടിമകളാക്കി കൊണ്ടുപോകാൻ പോകുന്നു. അവൻ ധാരാളം കടം വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. നോക്കൂ, എത്ര ദുഃഖകരമായൊരവസ്ഥ. വളരെ ഭക്തനാണ്, അതിഭക്തനുമാണ്. ഭക്തി നല്ലതാണ്, അതിഭക്തി വീട്ടിൽ കടങ്ങളെ കൊണ്ടുവരും. അധ്വാനമില്ലാത്ത ജീവിതം. ഈ ഭാര്യയും മിടുക്കിയ, അധ്വാനിക്കത്തില്ല, അവളും അധ്വാനിക്കാത്തവളാണ്. അവൾ ഭർത്താവ് കൊണ്ടുവരുന്നതായ റെഡി ഫുഡിനെ കഴിച്ച് അവൾക്കും ഒരു പരിചയമായി കഴിഞ്ഞു. വെളിയിലിറങ്ങി ഒരു പരിചയവും ആരുമായിട്ടും ഒരു ബന്ധങ്ങളുമില്ല. ഇപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞ കടക്കാരെ കണ്ട് അവൾ ഭയപ്പെടുകയാണ്. അവൾ പറയുകയാണ്, അയ്യോ, എൻ്റെ ഭർത്താവ് നീതിമാനായിരുന്നു, അവൻ വലിയ ദൈവഭക്തിയുള്ളവനായിരുന്നിട്ട് എന്താ കാര്യം? ദൈവം ഇറങ്ങി വന്ന് കടം വീട്ടുമോ? അവന് കടം വാങ്ങിക്കുന്ന സ്വഭാവം, കടം വീട്ടിൽ വരുത്തി വയ്ക്കുന്ന സ്വഭാവം, അധ്വാനശീലനായിരുന്നില്ല. ആ അധ്വാനശീലമില്ല, അല്ലെങ്കിൽ അധ്വാനിക്കാത്ത സ്വഭാവത്തെ മറച്ചു പിടിക്കുവാൻ പ്രവാചകന്റെ തൊഴിൽ അവൻ മറയായിട്ട് ഉപയോഗിച്ചു. ഇതിപ്പോൾ പല ജീവിതങ്ങളും അന്ധകാരത്തിൽ കിടന്ന് വലയുന്നതിൻ്റെ കാരണം. ഭക്തി നല്ലതാണ്, പക്ഷെങ്കിൽ അതിഭക്തി നമുക്ക് വളരെ ദോഷം ചെയ്യും. തെറ്റായ ഒരു പാഠം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുടുംബത്തിന് തെറ്റായ ചില വഴികളിൽ കൂടെ അവരെ വഴി നടത്തും. ഒരു തെറ്റായ രീതിയിൽ അവരുടെ ജീവിതശൈലി മാറിപ്പോകും. ഇപ്പോൾ ആ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കടക്കാരൻ വരുന്നു. പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറയുകയാണ്, 1 ഭരണി എണ്ണയുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ 1 ഭരണി, ഇത്രയും കടം കയറിയവളുടെ വീട്ടിൽ 1 ഭരണി എണ്ണ എങ്ങനെ വന്നത്? കടം വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ഈ കടം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഭരണി, ആ എണ്ണ സംഭരിച്ച് 1 ഭരണി എണ്ണയും വെച്ചുകൊണ്ട് അവൾ ഇരിക്കുക. അവൾക്ക് യാതൊരു തൊഴിലും അറിയത്തില്ല. പ്രവാചകൻ നല്ലൊരു പാഠം അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിന്റെ ഇത്രയും നാളത്തെ ഈ കടങ്ങളെല്ലാം, നിങ്ങളുടെ ദൈവഭക്തി മുഴുവനും, നിങ്ങളുടെ ഈ പ്രവാചക ശുശ്രൂഷ മുഴുവനും ദൈവത്തിന് അപമാനം വരുത്തുന്നതായിരുന്നില്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് നല്ലൊരു ബുദ്ധി പ്രവാചകനിൽ കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, നീയും നിന്റെ കുഞ്ഞുങ്ങളും ആരും കാണാതെ റൂമിനകത്ത് കയറി അറയ്ക്കുള്ളിൽ കയറി കഥ അടച്ചിട്ട് നിന്റെ കയ്യിലുള്ള പാത്രങ്ങളിലെല്ലാം ഈ ഭരണിയിലെ എണ്ണ അങ്ങ് പകരാൻ പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച്, പ്രവാചകൻ പറഞ്ഞതല്ലേ, അതും അവൾ ദൈവഭക്തിയോടുകൂടി അവളെ ഏറ്റെടുത്തു. അവൾ ഓടിച്ചെന്ന് എണ്ണ നിറച്ചതിന് ശേഷം പാത്രം തീർന്നു പോയപ്പോൾ എണ്ണ നിന്നുപോയി. വിവരം വന്ന് യജമാനനോട് അറിയിച്ചു. യജമാനൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എണ്ണ നിറഞ്ഞല്ലോ, പാത്രങ്ങളിലെല്ലാം എണ്ണ നിറഞ്ഞില്ലേ, ഇനിയും അമ്മയും മക്കളും കൂടെ വെളിയിലിറങ്ങി വന്ന് ഈ എണ്ണ ഓരോ വീട് തോറും നടന്ന് കവലകളിലെല്ലാം പട്ടണത്തിലെല്ലാം കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യ്, അധ്വാനിക്ക്, നീ ഒന്ന് വെളിയിലിറങ്ങി. ഇത്രയും നാളും നീ അധ്വാനിക്കാതെ എണ്ണയും സംഭരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയല്ലായിരുന്നു. ഇനിയും ഒരു കാര്യം ചെയ്യും, നല്ല വിലയ്ക്ക് ചില ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് എല്ലാ വീടുകളിലും അത് വാങ്ങും, കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് ആദ്യം നീ ഒരു കാര്യം ചെയ്യണം, കിട്ടുന്ന പൈസയും കൊണ്ട്, പണം കൊണ്ട് ആദ്യം കടക്കാരൻ്റെ കടം കൊണ്ട് വീട്ടണം. മിച്ചം വരുന്നത് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവിച്ചുള്ള. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു കൊടുത്തതായ വഴിയാണ്. നാം അധ്വാനിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം കർത്താവ് വിളിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എല്ലാവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ. അധ്വാനിക്കാത്തവരെ കർത്താവിനെ വിളിക്കാൻ കഴിയത്തില്ല. നോക്കൂ, ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹൗവയെയും കർത്താവ് സൃഷ്ടിച്ചാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു.
ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ കൊണ്ടുപോയി ചുമ്മാ തിരുന്ന് രണ്ടുപേരല്ലേ ഉള്ളൂ. വയറ് നിറച്ച് ഒറ്റ മരത്തിൽ നിന്ന് വരുന്ന ആ പഴം കഴിച്ചാൽ മതി രണ്ടുപേരുടെയും വയറ് നിറയാൻ. 3 നേരം കഴിക്കാൻ എത്ര പഴങ്ങൾ വേണം, എത്ര ആപ്പിൾ വേണം, എത്ര ഓറഞ്ച് വേണം? എന്നിട്ട് ദൈവം തോട്ടത്തെ മുഴുവനും അവനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ തോട്ടത്തിലുള്ളതായ സകല വൃക്ഷഫലങ്ങളും നിനക്ക് അനുഭവിക്കാം. എവിടെ കഴിച്ചു തീരാനാണ്? ഒരു ഭാഗത്ത് ഒരു മൂലയിൽ നിന്ന് കഴിച്ചാൽ പോലും വർഷങ്ങളോളം കഴിക്കുവാനുണ്ട്. എന്നിട്ട് ദൈവം അവനെ അവിടെ ആക്കിയത് തോട്ടത്തിൽ വേല ചെയ്യുവാനും, ചെടികളെ നനയ്ക്കുവാനും, തോട്ടത്തെ നനയ്ക്കുവാനും, അതിൻ്റെ അതിരുകളെ സൂക്ഷിക്കുവാനും ദൈവം അവനെ അവിടെ കൽപ്പിച്ചാക്കി. ദൈവം നമ്മെ ആക്കി വയ്ക്കുന്നിടത്ത് അതിരുകളെ സൂക്ഷിക്കണം. അതിനുശേഷം ആ തോട്ടത്തിൽ വേല ചെയ്യുന്നവരായിത്തീരണം. അപ്പോഴാണ് നമ്മുടെ അധ്വാന ഫലത്തെ ദൈവം അനുഗ്രഹിക്കുക. നിന്റെ കൈകളുടെ ഫലം നീ അനുഭവിക്കും. കാരണം ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൈകളുടെ ഫലം വേറൊരുവൻ അനുഭവിക്കാതെ, നമ്മുടെ സമ്പത്ത് വേറൊരുവൻ അനുഭവിക്കാതെ, കടക്കാർ നമ്മളെ വലയ്ക്കാതെ നമ്മുടെ ജീവിതം ബഹുമാന്യമായി തീരുവാൻ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അധ്വാനശീലമുള്ളവരായി തീരണം. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയായിട്ട് അതിനാൽ തെസ്സലോനിക്ക സഭയിൽ ചിലർ അധ്വാനിക്കാത്തവരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നാമവും പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനവും പറഞ്ഞ്, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ളതായ വലിയ ഉപദേശങ്ങളിൽ കെട്ടിപ്പടുത്തുകൊണ്ട് ഇതാ വരുന്നു, ഇപ്പോൾ വരുന്നു, പിന്നെ വരുന്നു, നാളെ വരുന്നു, ഒരുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെസ്സലോനിയിലുള്ളതായ സഭയിൽ അനേകർ ജോലിയും കളഞ്ഞ്, വീടും കളഞ്ഞ്, എല്ലാം വിറ്റിതാ ഇറങ്ങിത്തിരിച്ചാണ്. ഇപ്പൊ വരും ഇമിനന്റിസം തെസ്സലോനിയ സഭയിൽ വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അവരെ ശകാരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരായിരിക്കണം. വചനത്തിന്റെ ആ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയും ദൈവഭക്തി ആദായ സൂത്രമെന്ന് നിങ്ങൾ വിചാരിക്കാതെ അതിൻ്റെതായ വിലയും ബഹുമാനവും ദൈവത്തോടുള്ളതായ ഭക്തിയും ദൈവത്തോടുള്ള അനുസരണത്തിനായി മുറുകെ പിടിച്ചുകൊണ്ട് അതിനങ്ങേപ്പുറത്ത് നമ്മുടെ കുടുംബം നന്നായി നോക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമായിരിക്കണം. അപ്പോഴാണ് അങ്ങനെയുള്ള കരങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മൾ രോഗികളാകാം, നമ്മൾ ബലഹീനരാകാം, നമുക്ക് താഴ്ച ഉണ്ടാകാം, നമുക്ക് കടങ്ങൾ വരാം, നമുക്ക് പ്രയാസങ്ങൾ വരാം, നമുക്ക് ഭാരങ്ങൾ വരാം, കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടാം. എന്നാൽ നാം അധ്വാനിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിനക്ക് ആശ്വാസത്തെ തരാം. എങ്ങനെ ദൈവം നിനക്കായി വഴികൾ തുറക്കുമെന്നുള്ളതായ ഒരു വലിയ ദർശനം നിനക്ക് തരും. നിന്റെ ജീവിതത്തിൽ വലിയൊരു വെളിപ്പാടുണ്ടാകും, നിന്റെ ജീവിതത്തിൽ വലിയൊരു ആദർശം ഉണ്ടാകും. നീ എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കണം, ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം, നിന്റെ കൈകളുടെ അധ്വാന ഫലം, നിന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ അധ്വാനം കണ്ടു പഠിക്കണം, നിന്റെ കുഞ്ഞുങ്ങൾ ഏത് രീതിയാണ് അനുകരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വീട്ടമ്മയുടെ ചുമതല എന്താണ്, ആ വീട്ടമ്മയാണ് ആ വീടിനെ ഭവനമാക്കി തീർക്കുന്നത്. പുരുഷൻ എത്ര കൊണ്ടുവന്നിരുന്നാലും ശരി, ആ വീടിനെ ഭവനമാക്കി തീർക്കുന്നത് അമ്മയുടെ ചുമതലയാണ്. അമ്മ ചുമതലയെടുത്തെങ്കിൽ ഉത്തരവാദിത്തം എടുക്കുമ്പോൾ, ദൈവഭക്തിയുള്ളവളാകുമ്പോൾ, അധ്വാനമുള്ളവളായി തീരുമ്പോൾ മാത്രമാണ് ആ ഒരു വീട് ഭവനമായി തീരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, ഈ നല്ലൊരു ദിവസത്തിൽ, നല്ല പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാണ്, അധ്വാനിക്കുന്നവരെ ദൈവം വിളിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം കേൾക്കുക, കർത്താവിന്റെ വാക്കുകൾ കേൾക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിനുശേഷം പറയാണ്, ഞാൻ നിങ്ങളുടെ മുഖങ്ങളെ മൃദുവാക്കി തരാം. ഞാൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. എൻ്റെ സൗമ്യതയും താഴ്മയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതം ഒരു സുഖകരമായ സമാധാനമുള്ള ജീവിതമായി മാറും. അവിടെ അധ്വാനമുണ്ട്, പിറ്റേ ദിവസവും നിനക്ക് ജോലിക്ക് പോകണം, പിറ്റേ ദിവസവും നിനക്ക് അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും നിന്റെ അധ്വാനത്തിന്റെ, നിന്റെ പോരായ്മകളെ, നിന്റെ ഭവനത്തിലെ ദാരിദ്ര്യങ്ങളെ ദൈവം മാറ്റുവാൻ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്നുകൊണ്ട്, അല്ലെങ്കിൽ നിന്റെ കലത്തിലെ മാവും നിന്റെ ഭരണിയിലെ എണ്ണയും വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെങ്കിൽ അതിന് പിന്നിൽ നാം അധ്വാനിക്കുന്നവരാകണം, ഭാരം ചുമക്കുന്നവരാണ്. ഭാരത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സമയങ്ങളിൽ ചെലവഴിക്കുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നാം നിറവേറ്റുമ്പോൾ, അവിടെ ഇതാ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുന്നു, ദൈവത്തിന്റെ ആദരവ് കടന്നു വരുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളിൽ കൂടെ യാഥാർത്ഥ്യമായി തീരുന്നു. ഈ വലിയ സ്നേഹത്തെ, ദൈവത്തിന്റെ കരുതലിനെ അനുഭവിച്ചറിയുവാൻ നമ്മുടെ തലമുറകൾ കണ്ടത് മനസ്സിലാക്കുവാൻ തക്കണം ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you.